ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് ഞാനൊരു ട്രാൻസിഷൻ റീൽ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇങ്ങോട്ട് നോക്കണ വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കണത്. സോ ഇന്ന് ഞാനൊരു ട്രാൻസിഷൻ റീൽ എനിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അംശം. അപ്പം ആ പാട്ടിന് ഞാൻ ഒരു ഒരു ട്രാൻസിഷൻ എടുക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് ചെയ്തു. ഞാൻ ആദ്യമേ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കണ്ട, വോയിസ് ഓവറായിട്ട്, അതായത് ഇപ്പം സംസാരിക്കേണ്ട വോയിസ് ഓവറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു എപ്പോഴും വോയിസ് ഓവർ തന്നെയല്ലേ കൊടുക്കണമെന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വോൺ വോയിസ് ആയിട്ട് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. ഗൈസ്, ഓൾറെഡി ഞാൻ ഒരു ടോണർ അടിച്ചു, മോയ്സ്ചറൈസർ ഇട്ടു, അതേപോലെ തന്നെ ഒരു എന്താ പ്രൈമറും ഇട്ടു ഗൈസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റിവ്യൂ, ടോണറിൻ്റെ റിവ്യൂ ഞാൻ ഇന്ന് തന്നെ ഇടുന്നതാണ്. പ്രൈമറിൻ്റെ ഞാൻ നാളെ വല്ല ഇടാം ഗൈസ്. അതിൻ്റെ റിവ്യൂ ഞാൻ എന്താണെങ്കിലും ഉടനെ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ മാമാർത്തിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. മോയ്സ്ചറൈസറും തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റർ അതും യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെയും റിവ്യൂ ഞാൻ വഴിയെ ഇടുന്നതാണ്. സോ ഞാനിപ്പോൾ കളർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ കാണിച്ചതിനകത്ത് പഫാണ് ഗൈസ്. അപ്പം ഞാൻ എന്താണെങ്കിലും കളർ കറക്റ്റ് ചെയ്യായിരിക്കും. എനിക്ക് കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ഫെമിനിൻ ലുക്ക് എന്നാൽ അത്രക്കങ്ങ് നാടൻ ലുക്ക് ആകാത്ത ഒരു ഇൻസ്പോ പോലെ ആയിരിക്കും എനിക്കിത് ചെയ്യാൻ ആഗ്രഹം. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ. അതേപോലെ തന്നെ എടുക്കണം എന്നാണ് ആഗ്രഹം. നോക്കാം എന്താകുമെന്ന് നോക്കാം. ഓക്കെ. സോ അപ്പം ഞാനിപ്പോൾ കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കളർ കറക്റ്റ് എത്ര ചെയ്താലും അങ്ങനത്തെ ഒരു സുഖം കിട്ടില്ല ഗൈസ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിട്ടില്ലെങ്കിൽ കൈ കൊണ്ട് തേക്കും കിട്ടും. പിന്നെ അപ്പം ഞാൻ കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇതിനകത്ത് തന്നെ ഉള്ളൊരു എന്താ പറയണ്ടേ, കൺസീലറാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടാത്തതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഞാൻ കാണിക്കാത്തത്. സോ അതിൻ്റെ അകത്ത് തന്നെ ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. കാണിച്ചു തരാം. ഞാൻ ആ ബ്ലെൻഡർ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ സ്റ്റുഡൻ്റാണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സോ അതിൻ്റെ ഒരു ഇതിൽ പറയാൻ നമ്മളൊരിക്കലും എല്ലാവർക്കും ഇതറിയായിരിക്കും. ഞാൻ കുറച്ച് പേരിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വേണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ പ്രൊഡക്റ്റ് പകുതിയും വരും. സോ നമ്മൾ പകുതിയും ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ തന്നെ പകുതിയും വരും. സോ കണ്ടോ, ഇച്ചിരി കൂടി പ്രൊഡക്റ്റ് ഞാൻ അതിനകത്ത് എടുത്തിട്ട് ചെയ്യാണ് ഗൈസ്. മാക്സിമം നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഓവറായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫേസിൽ തന്നെ ഓവറായിട്ടത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനൊരു കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളൂ, പക്ഷെ നല്ല അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഫിനിഷിങ് ലുക്കിൽ കിട്ടും. നമ്മൾ ഓവർ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോൾ സോറി ഗൈസ്, എനിക്ക് എന്തോ പല വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓവർ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഒരുമാതിരി ചായം പൂശിയ പോലെ ഇരിക്കും. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ക്ലീൻ ലുക്ക് കിട്ടും. തടയണില്ലല്ലോ. ഓക്കെ ഗൈസ്,
ഇത് അടിപൊളി കളർ കറക്റ്റാണ് കേട്ടോ. ഞാൻ ചിലർക്കൊക്കെ ഇതൊരു അല്ല ചിലർക്കൊക്കെ ഇത് ഒരു എന്താ പറയണ്ടേ ഇൻഫെക്ഷനാണ്, കുരു ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്കിത് ഓക്കെയാണ്. എൻ്റെ സ്കിൻ ടോൺ കോമ്പിനേഷൻ സ്കിന്നാണ്. സോ എൻ്റെ സ്കിന്നിന് അത് ഓക്കെയാണ്. കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയതാണ്. എല്ലാവർക്കും പിടിച്ചൊന്നും വരുന്നില്ല. ആദ്യമേ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പ് അങ്ങ് തീർത്ത് വയ്ക്കുക. കാരണം ഈ മേക്കപ്പ് തീർത്ത് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് പകുതി സെറ്റാവും എല്ലാം. അപ്പോൾ ഞാൻ ഇനി യൂസ് ചെയ്യണത് ഐബ്രോ ആണ്. ഐബ്രോ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഐബ്രോ പാലറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ അത് എടുക്കില്ല. എൻ്റെ കയ്യിൽ ഐബ്രോ പാലറ്റ് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. ഞാൻ റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ട് അത് കാണിക്കത്തുള്ളൂ. അല്ല കാണിക്കുള്ളതല്ല, എടുക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ ഐബ്രോ പെൻസിലാണ്. പിന്നെ കേസ് ഈ സാധനം ഉണ്ടല്ലോ അടിപൊളിയാണ്. ഒരു 19 രൂപ ഈ സാധനത്തിനുള്ളൂ, പക്ഷേ അടിപൊളിയാണ്. നമുക്ക് ഒരു തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐബ്രോ പെൻസിലാണ്. നിങ്ങളെന്താണെങ്കിലും നോക്കുക. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഐബ്രോ എപ്പോഴും തുടങ്ങാറുള്ളൂ ഗൈസ്. ഞാൻ ഐബ്രോ എടുത്തിട്ടില്ല, അതാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ട ഈ ഐബ്രോയും തമ്മിൽ നോക്ക് നിങ്ങൾ. ഐബ്രോ നിങ്ങളിത് രണ്ടും കൂടി നോക്കൂ. അടിപൊളിയായിട്ടില്ലേ ഇത്? എനിക്ക് പൊതുവെ ഐബ്രോ എഴുതണം ഭയങ്കര ഇഷ്ടമാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുറകിലുള്ള സ്പൂളി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കുറച്ച് ലുക്ക്, പക്ഷേ എനിക്കിങ്ങനെ കട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം. ഞാനതുകൊണ്ട് അധികം ഇതിങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ എഴുതിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണെങ്കിലും സ്പൂൾ ചെയ്തിട്ടാണെങ്കിലും ഞാൻ പിന്നെയും കുറച്ച് വരച്ച് വെക്കും. എനിക്കിങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നതാണ് കേസ് ഇഷ്ടം. കണ്ട നമുക്കതുപോലെ തന്നെ ഇപ്പുറത്തേം ചെയ്തെടുത്തിട്ട് വരാം. സോ ഗൈസ്, ഞാൻ ഐബ്രോ രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കടക്കാം. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഗൈസ്. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ബ്ലൂ ഹെവൻ്റെ ഞാനിതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഹെവൻ്റെ ഐപോപ്പ് ഐ ഷാഡോ പാലറ്റാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് 4 ഷെയ്ഡ്സേ വരുന്നുള്ളൂ. പക്ഷേ നമുക്കൊരു അത്യാവശ്യം ഒരു ലുക്കിനൊക്കെ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് കിട്ടുമായിരുന്നു ഗൈസ്, എനിക്കത് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് കിട്ടുമായിരുന്നു. എനിക്ക് ആ സംഭവം കിട്ടിയിട്ടില്ല. ഇതാണ് ഐബ്രോ ഐ ഷാഡോ പാലറ്റ്. ഞാനിതിൻ്റെ റിവ്യൂ ഓൾറെഡി ഇട്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം ഒരു മിനിമൽ ലുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, നിങ്ങളൊരു മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐബ്രോ എന്നേ വായി വരുന്നുള്ളൂ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ് ഗൈസ് ഈ ഐപോപ്പിൻ്റെ ബ്ലൂ ഹെവൻ്റെ ഐപോപ്പ് ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുമ്പോൾ 4 ഷെയ്ഡുള്ളൂ. ബട്ട് 4 അടിപൊളിയാണ്. അപ്പം ഞാനിതിനകത്ത് എടുക്കുന്നത്, ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇങ്ങനത്തെ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഈ ബ്രഷല്ല ഇതിനെ യൂസ് ചെയ്യേണ്ട, പക്ഷെ ഞാൻ ഈ ബ്രഷ് എടുക്കുന്നുള്ളൂ. നോർമലല്ല ഈ ലുക്കാട്ടോ ഞാൻ പിടിക്കണത്. വേണ്ട ഒരു ഇതിൽ തന്നെ അടിപൊളിയായിട്ട് അത് കണ്ണിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എന്തോരം നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് അടിപൊളിയായിട്ട് ഈ സംഭവം വരുന്നുണ്ട്. നമുക്ക് ഒറ്റ സ്പാച്ചിൽ തന്നെ അടിപൊളിയായിട്ട് പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഗൈസ്.
നമുക്ക് ഇതാണ് ഐലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കോൺ വരെയാണ് ഐലൈൻ എന്നുള്ള ഏരിയ. അവിടം വരെയാണ് നമ്മളെപ്പോഴും ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ കോമാളിനെ പോലെ ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ രണ്ടായും അതുപോലെ ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ രണ്ട് കണ്ണിൻ്റെ മുകളിലും ആ ഐ ഷാഡോ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് തന്നെയുള്ള ഈ ഷിമ്മറി ഷെയ്ഡും കുറച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഷിമ്മറി ഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് തന്നെ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഗൈസ്. ഹൈലൈറ്റ് നമുക്ക് നമ്മുടെ ഈ പിരികത്തിൻ്റെ താഴത്തും അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ പിരികത്തിൻ്റെ താഴത്തും പിന്നെ നമ്മുടെ ഐവിൻ്റെ ഈ ഒരു കോണറിലും അപ്പം നിങ്ങളിങ്ങനെ ഇരിക്കും, മൈൻഡ് എടുത്ത്. ലാസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്സാണ് ഗെയ്സ്. ലാസ്റ്റ് നമ്മൾ ഒപ്പിക്കും. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐലൈൻ ചെയ്യാൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഐലൈനറാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. നോർമൽ ഐലൈനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് സോവി കളർബെറി വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഞാനൊരു 3 വർഷമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. വാട്ടർ പ്രൂഫ് തന്നെയാണ് ഗൈസ്, അതുകൊണ്ട് പേടിക്കണ്ട. ഞാൻ ഐലൈൻ ചെയ്യാൻ പോവാം. ഇതുകൊണ്ട് തന്നെ കേട്ടോ അകത്തൊന്ന് മൊത്തം ഞാൻ ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. ആ വാട്ടർ ലൈൻ്റെ ഒരു ശകലമേ ഞാൻ ഫില്ല് ചെയ്യുന്നുള്ളൂ. സെയിം അത് തന്നെ ഈ ഐലൈനർ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ദൂരത്തിരുന്ന് എഴുതിയാൽ ഭയങ്കര പണിയായിരിക്കും ഗൈസ്. ആക്ച്വലി എനിക്കിങ്ങനെ കണ്ണിനടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഐ മീൻ ഈ കൺമഷി പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡാവും. അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഇപ്പോൾ ഇഷ്ടമല്ല. Okay, this is my eye look. ഇതാണ് ഗൈസ് എൻ്റെ ഐ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് എനിക്കൊന്ന് ഉള്ളിൽ ടൈറ്റ് ലൈൻ ചെയ്യണം എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഓക്കെയാണ് ഗൈസ്, ടൈറ്റ് ലൈൻ ചെയ്യണമല്ല ഞാനിപ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഡയറക്റ്റ് ഫേസിലേക്കാണ് പോണത്. ഫേസിലെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ യൂസ് ചെയ്യണത്, കാരണം ഇപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാനിപ്പം പുറത്തോട്ടൊക്കെ അത്യാവശ്യം പോകുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യണം. ഇത് ഡാസ്ലറിൻ്റെ ഇതാണ് സൺസ്ക്രീൻ ടിൻ ലിക്വിഡ് മേക്കപ്പ് മോയ്സ്ചറൈസിങ് ഫൗണ്ടേഷനാണ്.
ഇത് 70 രൂപയുള്ളൂ ഗൈസ്. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. ഷെയ്ഡ് എന്താണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഷെയ്ഡ് ഇതിൽ എഴുതിയിട്ടില്ല ഗൈസ്. ഷെയ്ഡ് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ഷെയ്ഡായിട്ട് തോന്നി വാങ്ങിയതാണ്. അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡർ ഉണ്ടാട്ടോ ബ്ലെൻഡ് ചെയ്യണം. ആക്ച്വലി എനിക്ക് ബ്ലെൻഡറിനേക്കാളും ഇഷ്ടം കൈ തന്നെ കേട്ടോ. അടിപൊളിയായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് പറ്റും. എനിക്ക് ബ്ലെൻഡറില്ല, ബ്രഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ യൂസ് ചെയ്യുക. Look at this and this side. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സൈഡും എന്ത് ചേഞ്ചാന്ന് നോക്കി. ഞാൻ ഇപ്പം കഴുത്തിലേക്കും ചെവിയിലേക്കും ഇടാത്തത് ഞാനിപ്പോൾ പുറത്തെങ്ങും പോകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ ചെവിയിലും കഴുത്തിലും ഇടാത്തത്. അല്ലാത്ത പക്ഷം നിങ്ങൾ പുറത്ത് പോകുമ്പോഴാണ് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുത്തിലും ചെവിയിലും മസ്റ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. കാരണം അല്ല രണ്ടും രണ്ട് കളറായിട്ടിരിക്കും. അതുകൊണ്ടാണ്. സോ ഗൈസ്, ഞാൻ ഏകദേശം ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇതൊക്കെ ശരിക്കും ബഡ്ജറ്റാട്ടോ. നമുക്ക് ബഡ്ജറ്റ് മേക്കപ്പിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയ സാധനമാണ് ഈ ഡാസ്ലറിൻ്റെ ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷൻ, ലിക്വിഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് 70 രൂപ വരുന്നുള്ളൂ. എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. ഡാസ്ലർ ആയതുകൊണ്ട് ബ്രാൻഡാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. ഇതല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെയ്ബെലൈൻ്റെ ആണ്. അതും അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് കറക്റ്റ് ഷെയ്ഡൊക്കെ കിട്ടും. ഗൈസ്, ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് ബ്ലഷാണ്. ബ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് കണ്ടാൽ മതി. അത് കാരണം എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്, ഒരു മാജിക് ബുക്ക്. ആ മാജിക് ബുക്കിനകത്ത ബ്ലഷാണ് ഗൈസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആ ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ഇടാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒറ്റ ബുക്ക് മതി. ഇപ്പോൾ ഇതൊക്കെ എത്രയും തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ആ ഒരൊറ്റ ബുക്ക് മതി, അതിനകത്ത് എല്ലാ സാധനവും ഉണ്ടാവും. ഞാനിപ്പോൾ അതിനകത്ത് ഐ ഷാഡോ പാലറ്റും ബ്ലഷും ഇത് കോമ്പാക്റ്റും എല്ലാം ഉള്ളതാണ്. ഞാൻ അതിനകത്ത് നിന്ന് ഇപ്പോൾ ശരിക്കും എടുക്കാഞ്ഞത് ഒരു സർപ്രൈസ് ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ പറയാം അതെൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്കത് എടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ എന്തായാലും അത് പിന്നെ കാണിച്ചു തരാം നിങ്ങളെ. സോ അതിനകത്ത് നിന്ന് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു റോസ് ഷെയ്ഡാണ്, ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ്. പിന്നെ ബ്ലഷ് ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു കോണറും കയറ്റിയിടുക. കാരണം നമുക്ക് ഇവിടെ നിന്നാണ് ഇട്ട് തുടങ്ങേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. അവിടെ അധികം പ്രൊഡക്റ്റ് വേണ്ട ഗൈസ്. സെക്കൻഡ് ഇതെടുക്കുക, പൊട്ട
നമുക്ക് ചീക്ക് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത്രയും സ്ഥലത്താണ് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ അധികം വേണ്ട, നമ്മൾ കോമാളിനെ പോലെ ഇരിക്കും. പക്ഷേ ഇവിടെയും നമുക്ക് ആവശ്യത്തിന് ബ്ലഷ് ഇടാം. എനിക്ക് ചുവന്ന് ചുവന്നിരിക്കണം. സോ അതുകൊണ്ട് ഞാൻ നല്ലോണം ഇട്ടു. നിങ്ങൾക്ക് എൻ്റെ ലൈറ്റിങ് കാരണം എന്തോരം എന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. സോ എന്നെ കോമാളിനെ പോലെയാണ് ഇരിക്കുന്നത്. അല്ല ഓക്കെ. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തുടങ്ങിയപ്പോഴത്തേക്കും ലിബാം ഇടാൻ മറന്നതായി. അതിൻ്റെ ലിബാമ കൂടി ഇടുക കേട്ടോ. സോ ഞാൻ ആ ബുക്കിനകത്ത് തന്നെ ഹൈലൈറ്റർ ഒന്ന് ജസ്റ്റ് എടുക്കുകയാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡ് ഹൈലൈറ്റ് ആട്ടോ. ഇത് കാണാൻ പറ്റണുണ്ടോ? മൂക്കിൻ്റെ തുമ്പിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഞാൻ കുറേ കൊണ്ട് തെച്ചു. ഇത് ഞാൻ ബ്രഷ് കൊണ്ട് ഇടാത്ത എന്താണെന്നറിയോ? ഞാനിത് ബ്രഷ് കൊണ്ട് എപ്പോൾ ഇട്ടാലും കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാനിത് ബ്രഷ് കൊണ്ട് ഇടാത്തത്. സോ ഗൈസ്, ഞാനപ്പം എൻ്റെ ഫേസ് മേക്കപ്പ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മേക്കപ്പ് ലുക്ക്. സോ ഇനിയുള്ളത് ലിപ്പാണ്. ലിപ്പിൽ ഞാൻ വെച്ച് താമസിപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ലിപ് ബാം ഇട്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വേറൊരു ലിപ് ബാമും കൂടി ഉണ്ട്. അതിൻ്റെ റിവ്യൂ ഞാനിടാം. സോ കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ്, ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഇടാനതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ലിപ്പിലേക്ക് അടക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ലിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എക്സസ് ആയിട്ടുള്ള ലിപ് ബാം ഞാൻ തുടച്ച് കളഞ്ഞു. സോ എന്നിട്ട് എൻ്റെ കയ്യിലുള്ളൊരു എന്താ പറയുക, ലിപ്പ് ലൈനർ, M&M കോസ്മെറ്റിക്സിൻ്റെ ആണ് ഒരു ലിപ്പ് ലൈനർ. ഇതാണ് ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുകയാണ്. കുറച്ച് താഴത്തെ ചുണ്ടിൻ്റെ കുറച്ച് കയറ്റി ലൈൻ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി ലുക്ക് കിട്ടും. ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ. സോ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. സോ ഗൈസ്, ഇത് ഡാസറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് DLC032 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം അടിപൊളി ഷെയ്ഡാണ്. ഇത് കഴിയാറായി ഗൈസ്. എനിക്കിത് ഇഷ്ടമാണ്. കാരണം
ആക്ച്വലി എൻ്റെ താഴത്തെ ചുണ്ട് കുറച്ചധികം വലുതാണ്, കുറച്ചധികം വലുതായതുകൊണ്ട് തന്നെ മേൽച്ചുണ്ട് മേൽച്ചുണ്ട് കുറച്ചധികം ചെറുതും താഴത്തെ ചുണ്ട് കുറച്ചധികം വലുതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരുമാതിരി തോന്നണത്. ചിത്രത്തോളാണ് ഇപ്പോൾ സെറ്റായി ഗൈസ്. സോ ഇതാണ് എൻ്റെ ഫേസ് ലുക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് എന്തോരം ക്ലിയർ ആവുന്നുണ്ടെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്കിവിടെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് കൂടി ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു സാരിയാണ്, ബ്ലാക്ക് ബ്ലൗസ്, റെഡ് സാരി, അങ്ങനെയാണ്. അപ്പം മുടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഗൈസ്, സമയമില്ല അതുകൊണ്ട്. അപ്പോൾ ഇതാണ് കമ്മലിടുന്നത്. ഇതാണ് ഞാൻ കമ്മലിടുന്നത് ഗൈസ്. പ്ലേറ്റ് ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ, ചുമ്മാ കുത്തി എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഒരു സെമി നടൻ വൈബ് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ ലുക്ക് വരുന്നിട്ടുള്ളത്. ഞാൻ മുടി ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുടി ഹാഫ് കേളി ആൻഡ് ഹാഫ് വേവിയാണ്. സോ എങ്ങനെ ചെയ്താലും അടിപൊളിയായിട്ട് കിടന്നോളും. സോ ഇതാണ് ഗൈസ്. ഇത് നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു ഗസ് മേക്കപ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. കൊള്ളാമോ ഗൈസ്? ഇതിപ്പോൾ ഞാനിതിന് പൊട്ട് തൊടാത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു സെമി ഇതായിട്ടാണ്, അതായത് ഒരു എന്താ പറയണ്ടേ, ഒരു ആരോ വന്നു ഗൈസ്, അതാണ് നോക്കിയത്. എന്താ പറയണ്ടേ, ഒരു എന്തൊക്കെയോ ഒരു 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 മോഡേൺ പ്ലസ് ഒരു നാടൻ ലുക്കായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കണത്. അതുകൊണ്ടാണ് ഞാൻ പൊട്ടൊന്നും തൊടാത്തത്. നിങ്ങൾക്കിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ്റെ ഗസ്റ്റായിട്ട് പോകാനോ അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു അടിപൊളി ഒരു പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ഒന്ന് ചീവി സെറ്റാക്കി ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടാറ്റാ.